ഒരു ഗവൺമെന്റ് ഓർഡർ. അത് ശരിക്കും പറഞ്ഞാൽ അതും നിയമവിരുദ്ധമാണ്. കാരണം നിയമസഭ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ചർച്ച ചെയ്ത് വോട്ട് ചെയ്ത് പാസ്സാക്കി കൊടുക്കുന്നതാണ് ഈ വകുപ്പുകൾക്ക് കിട്ടുന്ന തുക. പിന്നെ നിയമസഭ അറിയാതെ 4 മാസം കഴിയുമ്പോൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി നിയമസഭ പാസ്സാക്കിയ തുക കട്ട് ചെയ്ത് പകുതിയാക്കുന്നതിന് നിയമവിരുദ്ധമാണ്. പക്ഷെ അതും സംഭവിച്ചു. 500 കോടി രൂപയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി കേരള നിയമസഭ പാസ്സാക്കിയത്, പിന്നീട് റദ്ദ് ചെയ്തത്. അപ്പൊ ഇത് ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒന്നും പറഞ്ഞ സംവരണം കിട്ടാത്തത് മൂലം മികച്ച വിദ്യാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് പഠിക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ പ്രധാനം. നമ്മൾ ആഗ്രഹിക്കുന്നു ഈ സ്കൂളിൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അവിടെ പഠിക്കണമല്ലോ. അത് നിഷേധിക്കുന്നു എന്നതടക്കമുള്ള പുതിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പ് നിൽക്കുമ്പോഴാണ് നിലനിൽക്കുന്ന അവകാശങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇത് പേപ്പർ പ്രസന്റ് ചെയ്യാൻ ബഹുമാന്യരായ ഈ മേഖലയിലെ അക്കാദമിക രംഗത്ത് വളരെ ഉന്നതമായ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് ഞാൻ വ്യക്തമായി കടന്നു പോകുന്നില്ല. തീർച്ചയായും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു അനീതിയാണ്. ഈ ഗ്രാൻസിന്റെ കാര്യത്തിൽ ഒരുപാട് കുട്ടികൾ അവസരം നിഷേധിക്കുന്നു എന്നത് മാത്രമല്ല, അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഗവൺമെന്റ് കൊടുക്കേണ്ട തുക ഗവൺമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പല കോളേജുകളിലും പോയിട്ട് ഇത് കൃത്യമായി എത്താത്തതിന്റെ പേരിൽ പഠനം മുടങ്ങുന്ന അവസരത്തിൽ അപമാനിതരായ 100 കണക്കിന് കുഞ്ഞുങ്ങൾ, മിടുക്കരായ കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷൻ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു, ഞാൻ ഏത് ബഡ്ജറ്റ് വന്നാലും ഇവിടെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ടാണ് ഏത് സബ്ജക്റ്റിൽ നമ്മളോട് സംസാരിക്കണമെന്ന് ചോദിക്കുന്നത്. ഞാൻ തുടർച്ചയായും SC/ST ഡിമാൻഡ് ചോദിച്ചു വാങ്ങിച്ച് പ്രസംഗിക്കുന്ന ഒരാളാണ്. ഹെൽത്തിൽ പ്രസംഗിക്കാം, PWDയിൽ പ്രസംഗിക്കാം, ഏതെങ്കിലും ഒന്നിലേ പറ്റത്തുള്ളൂ. ഇൻഡസ്ട്രീസിൽ പ്രസംഗിക്കാം, ഹോമിൽ പ്രസംഗിക്കാം. അതൊക്കെയാണ് മാധ്യമ ശ്രദ്ധ കിട്ടുന്ന വിഷയങ്ങൾ. കാരണം അതാണല്ലോ പോലീസിന്റെ വകുപ്പ് ഡിമാൻഡിന്റെ ചർച്ചയിൽ സംസാരിച്ചാൽ ഒരുപാട് എരിവും പുളിയും സെൻസേഷനും ഒക്കെയുള്ള സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് പിറ്റേന്ന് നമ്മുടെ പത്രങ്ങളിൽ അന്നത്തെ ചാനലിലൊക്കെ പ്രസംഗം ശ്രദ്ധയോടുകൂടി വലിയ താല്പര്യത്തിൽ വലിയ പ്രാധാന്യത്തിൽ വരും. ആരോഗ്യം സംസാരിച്ചാൽ പക്ഷെ ഇത് ഫോളോ ചെയ്യുന്ന ഒരു മേഖലയായതുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ എല്ലാ ഡിമാൻഡും ചർച്ച ചെയ്യാറ്. പക്ഷെ ഇതാണ് സ്ഥിതി. ഭൂമിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ശ്രീ ഗീതാനന്ദൻ, ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞാൽ ശ്രീ ഗീതാനന്ദനുമായിട്ട് ഞാൻ എന്റെ തലേ ദിവസം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഗീതാനന്ദനുമായിട്ട് സണ്ണി കവികാടുമായിട്ട് ഒക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ വിവരം ശേഖരിച്ചാണ് പ്രസംഗിച്ചത്. അല്ലാതെ അപ്പം അവരോടെല്ലാം അവരുടെ എല്ലാം അഭിപ്രായം ഇക്കാര്യത്തിൽ അവർക്ക് അവിടെ പ്രസംഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ശബ്ദം അവിടെ കേൾക്കണമെന്നുള്ള തീരുമാനം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി. അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുകയും ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അനീതി, ഭൂമിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, ഗീതാനന്ദന്റെ കേരളത്തിന്റെ ഭൂമി പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഇനി ഏത് സംശയം ചോദിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് പറയുന്ന ഒരാളാണ് ശ്രീ ഗീതാനന്ദൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രാജമാണിക്യം കമ്മീഷൻ കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തതാണ്. 5 ലക്ഷം ഏക്കർ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ് തോട്ടമുടമകൾ കൈവശം വെച്ചിരിക്കുകയാണെന്ന് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ആളുകൾ ഇപ്പോഴും മലപ്പുറത്തെ കളക്ടറേറ്റിന് മുമ്പിലും മറ്റു പല സ്ഥലങ്ങളിലും ഭൂമിക്കായിട്ട് ഇപ്പോഴും സമരം ചെയ്യേണ്ടി വരുന്നത്. ആ ഒറ്റ തീരുമാനം രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ മതി. എന്താ ആദ്യം ചെയ്തത്? ഗവൺമെന്റ് വന്നിട്ട് ആദ്യം ചെയ്തത് തോട്ടമുടമകൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത് സർക്കാരിന് അനുകൂലമായി നിരന്തര വിധി വാങ്ങിച്ചു കൊടുത്ത സുശീല ഭട്ട് എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ അഭിഭാഷകയെ നീക്കം ചെയ്തു. ആരുടെ ആവശ്യമായിരുന്നു? തോട്ടമുടമകളുടെ ആവശ്യമായിരുന്നു. കാരണം സാധാരണ ഇത്തരം കേസുകൾ വരുമ്പോൾ കോടതിയിൽ സർക്കാർ അഭിഭാഷകർ കോംപ്രമൈസ് ചെയ്യും. ആർക്ക് വേണ്ടിയിട്ടാ? ഈ ആളുകൾക്ക് വേണ്ടിയിട്ട്. അവർ കോംപ്രമൈസ് ചെയ്തില്ല. അവർ ആ കേസിലെല്ലാം സർക്കാരിന് അനുകൂല വിധി വാങ്ങിക്കൊടുത്തു. സർക്കാരിന് അനുകൂല വിധി വാങ്ങിക്കൊടുത്ത ഒരു അഭിഭാഷകയെ നിലനിർത്തുകയല്ലേ വേണ്ടത്. അവരെവിടുന്ന് മാറ്റി. താല്പര്യം വ്യക്തമാണ്.
കൃത്യമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം എതിരായിട്ട് ഇനി മുന്നോട്ട് പോകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ പിന്തുണ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ, ഈ ഗ്രാൻഡ് പ്രൊട്ടക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.